ഒരു പ്രളയ സമാന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രളയ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറെ വേദനയോട് വന്ന മറ്റൊന്ന് നമുക്കറിയാം ഈ 2018 മുതൽ ഏത് പ്രശ്നം വന്നാലും ഈ വെള്ളവുമായി സംബന്ധിച്ച് മഴയുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കം പ്രളയം എന്തുണ്ടായാലും ഏറ്റവും അധികം ആരും പറയാതെ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഓരോരുത്തരുമാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ. ഇന്നിപ്പോൾ ആ കൊല്ലത്ത് തീരപ്രദേശം ഒന്നാകെ ഒരു സങ്കടക്കടലിലാണ് എന്ന് പറയാം. കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. ഗൗതമിന്റെ അമ്മ രേഷ്മ മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നീണ്ടകര പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതേ ആവശ്യം ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU DYFI പ്രവർത്തകർ ഇന്നും പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. രാജ്കുമാർ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. രാജ്കുമാർ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് വെറും ഒരു വാക്കായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മളിലേക്ക് എത്തുന്നത്. കാരണം നമുക്കറിയാം ഈ പറയുന്നത് പോലെ തന്നെ കൊല്ലത്തിൻ്റെ ഒരു സാഹചര്യം വളരെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടാവുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്കുമാർ, എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? തിരച്ചിലിന് പോകുന്ന ആൾക്കാരാണോ അവർ? ഇപ്പോൾ ഈ സെർച്ചിന് നേരത്തെ ഒരു ബോട്ട് പോയി കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ അവരുടെ ചെറിയ ബോട്ടിലുള്ള സംഘവും കൂടി പോവുകയാണ്. ഇതെല്ലാം എക്സ്പേർട്സ് ആണ്. നേരത്തെ പോയ സംഘത്തിൽ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ ഡ്രോണിൻ്റെ ഉൾപ്പെടെ മുഴുവനും സംവിധാനങ്ങളുമായിട്ടാണ് ഇവർ സെർച്ചിന് പുറപ്പെട്ടത്, സെർച്ചിന് പോയത്. ഇപ്പോൾ സുന്ദരി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഒരമ്മ, പെറ്റമ്മ, കഴിഞ്ഞ 8 ദിവസമായി തൻ്റെ മകനെ കാണാനില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ, അല്ലെങ്കിൽ മൃതദേഹം എവിടെ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സർക്കാർ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഒരമ്മ മണിക്കൂറുകളോളം കൊല്ലം നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നിരവധി 2 വട്ടം ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്കൊടുവിൽ ഇത് മുഴുവനും സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ സെർച്ച് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് മേഴ്സിക്കുട്ടിയമ്മ, CITU നേതാവ് മേഴ്സിക്കുട്ടിയമ്മ, മത്സ്യബെഡിൻ്റെ ചെയർമാൻ T മനോഹരൻ ഉൾപ്പെടെയുള്ളവർ DYFI പ്രവർത്തകരൊക്കെ പുറത്ത് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാവിലെ ഈ സമയത്ത് 2 ബോട്ടുകൾ കൃത്യം 7 മണിക്ക് തന്നെ അത് പുറപ്പെട്ടു. രണ്ടാമത്തെ ബോട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. അവരും ഇപ്പോൾ പോയി കഴിഞ്ഞു. ഒരു റഫ് സീ എന്ന് തന്നെ പറയാവുന്ന സാഹചര്യം. കടൽ പ്രക്ഷുബ്ധമാണ്. എന്നാലും ഈ ഒരു അത്ര അനുകൂല ഒരു സാഹചര്യമൊന്നുമല്ല കടലിൽ. ഏത് സമയത്തും കാറ്റും മഴയും ഉണ്ടാകാവുന്ന കാലാവസ്ഥ അത്ര അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം. ആ ഒരു സ്ഥിതിയിലാണ് വീണ്ടും ഈ സെർച്ചിന് വേണ്ടി ഇപ്പോൾ കടലിലേക്ക് ഈ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഒരു കുടുംബത്തിലെ 3 പേർ, അതായത് രാജീവിൻ്റെ മരുമകൻ രാധാകൃഷ്ണൻ്റെ മകൻ ഗൗതം കൃഷ്ണ, ഇതിൽ 2 പേരുടെ, ഈ രാജീവിൻ്റെയും രാധാകൃഷ്ണൻ്റെയും മൃതദേഹം നേരത്തെ ലഭിച്ചിരുന്നു. ഗൗതം കൃഷ്ണയുടെ മൃതദേഹമാണ് ഇതുവരെ ലഭിക്കാത്തത്. അത് ഇന്നത്തേക്ക് അത് 7 ദിവസമായി. ആ 7 ദിവസമായിട്ട് തൻ്റെ മകൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ കഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ അമ്മയുടെ ഒരു പ്രതിഷേധവും ഈ പരാതിയുമൊക്കെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സെർച്ചിന് വേണ്ടി ഈ സംഘം പുറപ്പെട്ടിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടുണ്ട്, ഈ അപകടം നടന്ന ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലേക്കാണ് ഇപ്പോൾ ഈ സെർച്ച് നടത്തണമെന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പോയത്. ഇവർ എത്ര പേര് ഇതുണ്ട്? ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ? നിലവിൽ നമുക്ക് രേഷ്മ ഇന്നലെ പ്രതിഷേധിച്ചല്ലോ. അപ്പം കുറച്ചുകൂടെ തെരച്ചിൽ ഊർജിതമാക്കണമെന്നായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇന്നലെ 9 മണിക്ക് നേവിയുടെയും ഹെലികോപ്റ്ററിൻ്റെയൊക്കെ സഹായം കിട്ടുമെന്നായിരുന്നു ജില്ലാ കളക്ടർ നമുക്ക് ഉറപ്പ് തന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആ സഹായം നമുക്ക് കിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമുള്ള മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, ഫിഷറീസിൻ്റെയൊക്കെ സഹായങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള നേവിയുടെയും ഈ ഡ്രോണിൻ്റെ നിരീക്ഷണമൊക്കെ നമുക്ക് ലഭ്യമല്ലാതിരുന്നത് അവർ കുടുംബത്തിന് മനസ്സിലായിട്ടുണ്ട്, നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിലവിലെ കടലിൻ്റെ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കടൽ സാധാരണഗതിയിൽ പ്രക്ഷുബ്ധമാണ്. അപ്പോൾ കാലങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിലെങ്കിലും ശക്തമായ ഒരു അതായത് രക്ഷാപ്രവർത്തനത്തിന് സജ്ജമായ ബോട്ടുകളും അനുബന്ധ സൗകര്യങ്ങളും നമുക്ക് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു കഴിഞ്ഞിട്ടോ അല്ലെ അവരുടെ വള്ളങ്ങളോ ബോട്ടുകളൊക്കെ നാശനഷ്ടം സംഭവിച്ചതിന് ശേഷം ഈ സാധനം പോയി
നുള്ളിപ്പറക്കി എടുക്കാനേ പറ്റുന്നുള്ളൂ. അതും ഗവൺമെൻറ് സംവിധാനങ്ങൾ. ഈ രേഷ്മയുടെ കുടുംബം, ഈ ഗൗതം കൃഷ്ണയുടെ കുടുംബം ആവശ്യപ്പെട്ടത് എയർ ആംബുലൻസ് സംവിധാനം, ഞങ്ങൾക്കെന്നല്ല തീരമേഖലയിൽ മുഴുവനും എയർ ആംബുലൻസ് സംവിധാനം സജ്ജമാക്കണം. മത്സ്യത്തൊഴിലാളികളുടെ കൂടി സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഒരു വളർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നോക്കാൻ ആരുമല്ല. ഇപ്പോൾ പ്രളയ സമയത്ത് ഞങ്ങളുടെ വള്ളങ്ങളും മറ്റും കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റിയാൽ വേണ്ടവിധ സഹായങ്ങളോ സപ്പോർട്ടോ കിട്ടുന്നില്ലെന്നുള്ള ഒരു ആക്ഷേപവും പരാതിയും അവർ ഉന്നയിച്ചു. അപ്പോൾ അവർ എയർ ആംബുലൻസ് എന്ന് പറയുന്ന ഒരു ആവശ്യം. തീർച്ചയായും എയർ ആംബുലൻസ് മാത്രമല്ല, നമുക്ക് നേരത്തെ നീണ്ടര ഫിഷിംഗ് ഹാർബറുമായിട്ട് ചേർന്നൊരു പോർട്ടുണ്ടായിരുന്നു. ഈ പോർട്ട് ഉണ്ടാകുന്ന സമയത്ത് കുറേ അധികം സൗകര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കിട്ടുമായിരുന്നു. നമുക്ക് നമ്മുടെ ആവശ്യം കോസ്റ്റൽ പോലീസിനെ കൊണ്ട് അവരവിടെ ഇരുന്നോട്ടെ, നമ്മുടെ ആവശ്യം ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചെറിയ യൂണിറ്റെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സൗകര്യങ്ങളോ, ഒരു ഹെലികോപ്റ്റർ സൗകര്യങ്ങളോ ബോട്ടായാലോ. നമുക്ക് നേരത്തെ LDF ഗവൺമെൻറ് ഉണ്ടാകുന്ന സമയത്ത് സീ ആംബുലൻസ് എന്നും പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു. നമുക്ക് കാലങ്ങളായിട്ട് ഇത് ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഈ സീ ആംബുലൻസിൻ്റെ യാതൊരുവിധ പ്രയോജനം കിട്ടിയില്ല. അതായത് കാലങ്ങളായിട്ട് ഗവൺമെൻറ് ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ അത് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മൾ എല്ലാ കാലാകാലങ്ങളിലും മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും ആലോചിക്കേണ്ട സമയമാണ്. സിന്ദൂരി, രാജ്കുമാർ, ഇവിടെ ഏറ്റവും ഇപ്പോൾ അവർ ഓരോരുത്തരും പറയുന്നത് അവർക്ക് കൃത്യമായ ഒരു സഹായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ രക്ഷിക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ അവിടെ ഒരുക്കുന്നില്ല, അല്ലെങ്കിൽ അധികൃതർ അതിൽ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി അവിടെ ഉയർന്നു കേൾക്കുന്നത്. നമുക്കറിയാം, രാജ്കുമാർ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും ചിതക്കരികിൽ നിന്നാണ് ആ അമ്മ മകന് വേണ്ടിയിട്ട് ഈ അലമുറയിടുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവരോടുള്ള അവിടുത്തെ അധികാരികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിനിധികളുടെ ഒരു സമീപനമാണ്. ഇവർ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി പോലും അവരുടെ വേദനയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തെയോ നിരാകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി, നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ എന്ത് ചെയ്യാനാ, അങ്ങനെ ഉത്തരവാദിത്വം തീരെ ഇല്ലാത്ത തരത്തിലുള്ള മറുപടികൾ കിട്ടുമ്പോൾ ശരിക്കും ആ കടലിന്റെ മക്കളെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ അത്? ഈ സിന്ദൂരി പറഞ്ഞതിന് ഏറ്റവും അവസാനം നടന്ന ഒരു തെളിവ്, ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇന്നലെ അമ്മ ഇവിടെ ഈ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യവട്ട ചർച്ച, ആ ചർച്ചയിൽ അമ്മ ഈ കാര്യങ്ങളൊക്കെ പറയുകയും തൻ്റെ മകനെ കണ്ടെത്തണം, മൃതശരീരം കണ്ടെത്തണം എന്നൊരാവശ്യം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഫിഷറീസ് പറയുന്നു ഞങ്ങളുടെ ഡ്രോൺ സംവിധാനമുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അമ്മയുടെ മറുചോദ്യം രേഷ്മ തിരിച്ചു ചോദിച്ചത്, ഇതൊക്കെ ഉണ്ടായിട്ടാണോ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത്? ഉടനെ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങളിപ്പോഴല്ലേ ഡിമാൻഡ് ചെയ്യുന്നത്, ഇപ്പോഴല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. കേട്ട മാത്രയിൽ ആ അമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി വരികയായിരുന്നു. മാധ്യമങ്ങളോട് പറഞ്ഞു, ഈ വിവരം അവരാണ് പങ്കുവെക്കുന്നത്. ഡിമാൻഡ് ചെയ്യാത്തത് ഞാൻ ഡിമാൻഡ് ചെയ്യണോ? എൻ്റെ കാണാതായ മകനെ കണ്ടെത്തണമെന്ന് ഞാൻ ഡിമാൻഡ് ചെയ്താൽ മാത്രമേ ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഈ അമ്മ വേദനയോട് ചോദിക്കുന്നു. അലമുറയിട്ടുകൊണ്ട് വീണ്ടും അവർ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ്റെ ആ ചുവരിൽ അവിടെ നിലത്ത് കുത്തിയിരുന്ന അവർ സമരം തുടങ്ങി. അപ്പോഴും അവർ കരയുകയായിരുന്നു. അപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ച് അവർക്ക് അവരെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അവരെ ഭർത്താവിൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, ഇപ്പോൾ മകനെ ഇതുവരെ മൃതശരീരം പോലും കിട്ടിയിട്ടില്ല. ഒരു കുടുംബത്തിലെ 3 പേർ നഷ്ടപ്പെട്ടതിൻ്റെ ആ ദുഃഖം പേറിയാണ് ആ അമ്മ ഈ സ്റ്റേഷനിൽ വന്ന് കുത്തിയിരുന്നതും ഈ സമരമൊക്കെ നടത്തിയത്.